നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, നമുക്ക് അറിയാവുന്ന നമുക്ക് മനസ്സിലായ തെറ്റുകൾ ചൂണ്ടിക്കാണി തെറ്റില്ല. അത് ആരെയും ഇകഴ്ത്താനോ അല്ലെങ്കിൽ പുകഴ്ത്താനോ നശിപ്പിക്കാനോ അല്ല. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് പോലെ. ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിൻ കോർപ്പറേഷൻ പുതിയ പണിത ഓഫീസ് സന്ദർശിക്കാൻ പോയി. ഞാൻ നിങ്ങൾ കണ്ടു കാണും പറഞ്ഞു. സർക്കാർ ഒരു നിയമം ഉണ്ടാക്കി. കാരണം വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കോഴിക്കോട്, ഞാൻ കോഴിക്കോട് നിൽക്കുമ്പോഴേ വലിയ വലിയ ബോർഡുകളുണ്ട്. ഇത് ഏത് സ്ഥലമാണെന്നില്ല. ബസ്സിലേക്ക് പോകുന്ന വഴിക്ക്, കോഴിക്കോട് പോകുന്ന വഴിക്ക്. അപ്പോൾ അന്ന് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞു. വർഷങ്ങൾക്ക് 10-25-30 വർഷം മുമ്പാണെന്ന് എൻ്റെ ഓർമ്മ. ഇങ്ങനെ ബോർഡ് വഹിക്കുമ്പോൾ ആ സ്ഥലത്തെ പേര് കൂടി കാണിക്കണം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും, രണ്ട് ഭാഷയിലും. ഒന്നുമില്ല ഹിന്ദി അല്ലെങ്കിൽ മലയാളം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം. അതൊരു നിയമമായിരുന്നു ഗവൺമെൻറ് ഓഫ് കേരള. ഇപ്പോൾ അത് പല സ്റ്റേറ്റുകളിലും ഉണ്ട്. അങ്ങനെ വേണം തരം വലിയ നമുക്കറിയില്ല. അത് ചില തമിഴ്നാട്ടിൽ പോയാൽ ഈ തമിഴ് മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷ് ഉണ്ടാവില്ല. വടക്കേ ഇന്ത്യയിൽ പോയാൽ ഹിന്ദി മാത്രമേ ഉള്ളൂ. അതല്ല. അപ്പോൾ അതോട് പ്രാദേശിക ഭാഷയോടൊപ്പം അതിനെ ഇംഗ്ലീഷിൽ കാണിക്കുന്നതൊരു നമ്മുടെ ത്രിഭാഷ സമ്പ്രദായം പോലെ. നമ്മൾ ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ പ്രാദേശിക ഭാഷ. അത് നല്ല രീതിയാണ്. അങ്ങനെ പേര് വഹിക്കാറുണ്ട്. വഹിക്കുന്ന നിർബന്ധം. അല്ലെങ്കിൽ ബോർഡ് പണിതവരാണ് ശിക്ഷ വരുന്നത്, അല്ലെങ്കിൽ കടക്കാരനല്ല. അതുകൊണ്ട് അവർ ശ്രദ്ധിക്കും. ഇപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു വലിയ ബോർഡുണ്ട്. അത് പല സ്ഥലത്തും ടൗൺ ഹാൾ കൊടുത്തിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ. അങ്ങനെ അത് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ അവർ ശ്രദ്ധിച്ചല്ലേ. ഞങ്ങൾ ശ്രദ്ധിച്ച് പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ലോക്കൽ ബോഡി എന്നുവെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്താണ് ലോക്കൽ ബോഡി എന്നുള്ളത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അങ്ങനെയാണ്. അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ, പഞ്ചായത്ത് കോർപ്പറേഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാനൊക്കെ നല്ലത്. കോർപ്പറേഷൻ എന്ന് മാത്രം പറയുക. അത് ബ്രാക്കറ്റിൽ LB, ലോക്കൽ ബോഡി, ഷോർട്ട് ഫോം എന്നല്ല ഇംഗ്ലീഷ് SRTC കൊടുക്കുമ്പോൾ. അപ്പോൾ മുനിസിപ്പലാണെങ്കിൽ മുനിസിപ്പൽ ഓഫീസ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ LB, ലോക്കൽ ബോഡി. കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ LB. അപ്പോൾ മുനിസിപ്പൽ അധികം സംശയമല്ല. ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴാണ് അവിടെ അതൊരു അങ്ങനെ വേണമെങ്കിൽ ഗവൺമെൻറ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ സ്ഥലപ്പേര്, കൊച്ചിയിലെ സ്ഥലപ്പേര് വെച്ചിട്ടില്ല. അത് വഹിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ ബഹുമാനം ജനാധിപത്യത്തിൽ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, വിശദീകരണം? നിങ്ങളുടെ ആശയത്തെ ഞാൻ അങ്ങേറ്റം എതിർക്കും. പക്ഷെ നിങ്ങളുടെ ആശയം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കുന്ന എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ എൻ്റെ ജീവൻ കൊടുത്തോലും നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യും. അതാണ് പ്രതിപക്ഷ ബഹുമാനം, ജനാധിപത്യത്തിൻ്റെ പര്യായം അതാണ്. ആ നിലയ്ക്ക് PC ജോർജിനെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻജി കണ്ട് സംസാരിച്ചു, ഒരു തെറ്റുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇന്ന് കോൺഗ്രസ് നയിക്കുന്ന UDFന്റെ നേതാവാണ്. PC ജോർജ് ഇന്ന് BJPയുടെ നേതാവാണ്. അതൊന്നും തെറ്റില്ല. പക്ഷേ ആ PC ജോർജ് കേരളത്തിലെ, ഇന്ത്യയിലെ 20-30 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ, കേരളത്തിൽ 40% മുസ്ലിങ്ങൾ, പിന്നെ ലോകത്തിലെ 200 കോടിയോളം വരുന്ന മുസ്ലിം, ഇവർ അതേപോലെ ലോക മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞത് അത് ശരിക്കും ഇന്ത്യ നയിക്കുന്നത് മോശക്കാർ, വളരെ മോശമായിട്ട് പറയുന്ന ഒരാളാണ്. അത്ര വൃത്തികെട്ട ഒരു നാവിൻ്റെ ഉടമയാണ്. എടോ സതീശ, നിങ്ങൾക്കൊരു കോമൺ സെൻസ്. എന്താണ് ഈ കോമൺ സെൻസ്? തിരിച്ചറിവ് ഇല്ലേ? ജോർജ് ഇങ്ങനെ പുറത്ത് നിൽക്കാണ്. പിന്നല്ല, ഒരു പ്രബല സമുദായത്തെ അങ്ങേറ്റം മ്ലേച്ഛമായിട്ട് സംസാരിക്കുന്ന നികൃഷ്ട ജീവിയാണ് എന്ന് മനസ്സിലാക്കിയാൽ കാണാൻ ഒന്ന് ചിരിക്കാൻ വേണ്ടി ക്ഷയിക്കാൻ വേണ്ടി ഓക്കെ മാറിയിക്കട്ടില്ലേ. ഇത് കെട്ടിപ്പിടിച്ച് മിനിറ്റുകളോളം ചിരിച്ച് കളിച്ച് വഴങ്ങണം. അതിൻ്റെയൊക്കെ അർത്ഥം സതീശ, നിങ്ങൾ ധരിക്കുന്ന പോലെയല്ല. നിങ്ങളുടെ മനസ്സ് വായിക്കുന്ന ഒന്നിലധികം പേരും കേരളത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതൊക്കെ വലിയ ഒരു പ്രചരണം അല്ലെങ്കിൽ രഹസ്യ സന്ദേശം കൊടുക്കാണ്. PC ജോർജ് BJPയിൽ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, BJPയോട് എനിക്ക് ഇഷ്ടപ്പെടില്ല, സംഘപരിയായിട്ട് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ച കുറ്റം പറയാൻ പറ്റുമോ? പ്രതിപക്ഷ ബഹുമാനം നല്ല തന്നെ, തെറ്റൊന്നുമില്ല. അങ്ങനെ വേണം തരം. ഇതൊക്കെ കടന്നു പോകും. മറ്റൊന്ന്, CPIയുടെ മറ്റൊന്ന് ആരുംപേട്ട ഒരു കാര്യം പറയാം. മുസ്ലിം ലീഗിൻ്റെ ഒരു മുദ്രാവാക്യം കേട്ടിയാണ്. വേങ്ങര കമ്മിറ്റി വെച്ചാണ് മുസ്ലിം ലീഗ് എന്ന് വിളിച്ചാൽ ഹിമാലയത്തിൽ നിന്ന് ലക്ഷങ്ങൾ തിരിച്ച് മുസ്ലിം ലീഗ് വിളിക്കുമെന്ന്. എൻ്റെ മുസ്ലിം ലീഗ് നേതാക്കളെ,
എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊരു വലിയ ശൈലിയുണ്ട് ലോകത്ത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യമായിട്ടും എതിരായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടത്. അപ്പം നിങ്ങൾ മുസ്ലിം ലീഗ് സിന്ദാബാദ് വിളിച്ച് അങ്ങോട്ട് ഘോഷം നടത്തുമ്പോൾ ആകെ കേരളത്തിൽ 40% മുസ്ലിം ഉണ്ടെങ്കിലും അതിൽ 1/5 മാത്രം നിങ്ങളുള്ളൂ, ലീഗുകാരുള്ളൂ. അത് മറ്റ് സമുദായങ്ങൾക്ക് സംഘടിക്കാനും വികസിപ്പിക്കാനും വളരാനൊക്കെ നിങ്ങൾ വഴി കൊടുക്കല്ലേ? അതാ ഞാൻ പറഞ്ഞ മണ്ടന്മാരായ ലീഗോട് ഞാൻ പറഞ്ഞത്, നിങ്ങളെ പേര് മാറ്റ്. പൊളിറ്റിക്കലി കൾച്ചറലി അല്ല, ആത്മീയമല്ല, സാംസ്കാരികമല്ല, രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ നിങ്ങളെ മുസ്ലിം എന്ന പേര് ഉപയോഗിച്ച് മാറ്റ്. അത് മാറ്റാനുള്ള അവർക്ക് ഒരു താല്പര്യം ഇല്ലെന്ന് മാത്രമല്ല, വരികൾക്കിടയിലൂടെ ശ്രദ്ധിച്ചാൽ, സതീശൻ കൂടി മനസ്സിലാക്കുമ്പോഴാണ്, വരികൾക്കിടയിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി വന്നപ്പോൾ കടലിനകത്തുള്ള ഷിപ്പിൽ വെച്ച് ഒരു സ്വീകരണം നടത്തിയതിൽ ഹാരിസ് ബീരാൻ ഉണ്ടായിരുന്നു. ഗവർണറായിട്ട് അദ്ദേഹം കേരളത്തിൽ ചാർജ് എടുത്തപ്പോൾ ആദ്യമായിട്ട് കണ്ട് സംസാരിച്ച ഹാരിസ് ബീരാനായിരുന്നു ഡൽഹിയിൽ വെച്ച്. കാരണം വക്കീലാണ്, ഡൽഹി പ്രാക്ടീസ്. ഇതൊക്കെ നമ്മൾ വരികൾക്കിടയിലോട്ട് നോക്കിയാൽ മുസ്ലിം ലീഗ് പേര് മാറ്റാനുള്ള ഒരു സാധ്യതയുമില്ല. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ BJP സഹകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ കാണുന്നു. അത് വേറൊരു കാര്യം പറയാം. ഈ ഗിവ് ആൻഡ് ടേക്ക്, കൊടുക്കുക വാങ്ങുന്ന സിസ്റ്റം ഉണ്ട് കേരള രാഷ്ട്രീയത്തിൽ. ഇന്ത്യൻ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം പ്രത്യേകിച്ച് ഒരു കൊടുക്കൽ വാങ്ങലാണ്. അതെന്താണ്? പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ, പാർട്ടികൾ തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ, പാർട്ടി നേതാക്കൾ കൊടുക്കൽ വാങ്ങൽ. ആ കൊടുക്കൽ വാങ്ങലില് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. അവരുടെ അഭിപ്രായം മാത്രമാണ്. അത് 100% ശരിയെന്ന് പറയാൻ പറ്റില്ല. സാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് മാത്രമേ ഉള്ളൂ. ഒന്ന്, മുസ്ലിം ലീഗിനെ ഞങ്ങൾ CPM തന്നേക്കാം, ഞങ്ങൾക്കത് ഭാരമാണിപ്പോൾ. മുസ്ലിം ലീഗും കോൺഗ്രസ് സഖ്യമായിട്ട് ഒരു നേട്ടമല്ലോ. വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കോ അല്ലെങ്കിൽ പ്രിയങ്കയുടെ മകനോ പ്രിയങ്കയുടെ ഭർത്താവിന് വേണ്ടി ജയിക്കാൻ സാധിക്കുന്നില്ല. വേറെ ഒരു ഗുണവും മുസ്ലിം ലീഗുകളുടെ സഖ്യം കൊണ്ട് വടക്കേരിയിലും ഇല്ല കോൺഗ്രസ്. അപ്പം മുസ്ലിം ലീഗ് പേര് മാറ്റാത്തത്രയും കാലം അവർ വേണമെങ്കിൽ LDF തൽക്കാലം പോകട്ടെ. തൽക്കാലം പോയിട്ട് 2026 2026 10 വർഷം 2 ടൈം കഴിയുമ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കുകയും BJP അധികാരത്തിൽ വരികയും ചെയ്യുമ്പോൾ വേണമെങ്കിൽ ലീഗ് എന്ന പ്രസ്ഥാനത്തെ ഒരു മുസ്ലിം സപ്പോർട്ട് നിലയിൽ ഇവിടെ മാത്രം അത് കിട്ടിയാൽ ദേശീയ ലെവലിൽ ഉണ്ടാക്കാം. BJPക്ക് ധാരണ വരാനോ അങ്ങനെയൊക്കെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ഇത് സതീഷ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് നിൽക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അല്ലെങ്കിൽ ലീഗിൽ നിൽക്കുന്ന സാധാരണ മുസ്ലിങ്ങൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഇവിടെ ഒരുപടി അടിയൊഴുക്കുകളുണ്ട്, ഒരുപടി സാങ്കേതിക വിഷയങ്ങൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ 2036 BJP കേരളത്തിൽ തനിച്ചധികാരത്തിൽ വരികയും ഒരു പക്ഷേ ആ മുന്നണിയിൽ മുസ്ലിം ലീഗ് ഭാഗമാക്കുകയും ചെയ്യാം. ഇതൊക്കെ സാധ്യതയുള്ളതാണ്, 100% നടക്കുന്നല്ല. അതിൻ്റെ പോക്ക് എങ്ങനെ കാണുന്നത്? അല്ലെങ്കിൽ ഹാരിസ് ബീരാൻ ആ കപ്പൽ മറ്റു എത്രയോ MPമാരുണ്ടായിരുന്നു ഇവിടെ. ഹാരിസ് ബീരാൻ എങ്ങനെ? അപ്പോൾ ഹാരിസ് ബീരാനാണ് BJP ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗ് തമ്മിലുള്ള ആശയം ഇന്നത്തെ ഒരു മീഡിയേറ്റർ. ഹാരിസ് ബീരാൻ അങ്ങനെ മിടുക്കലാണ്. കാരണം പുള്ളിക്കാർ കുറേ ഊരൊക്കെ നിശബ്ദമാണ്, അലമ്പൊന്നുമല്ല ആള്. പണ്ടത് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ അവിടെ മന്ത്രി ഉണ്ട്, ഒരു MP ഉണ്ടല്ലോ അവർക്ക്, അദ്ദേഹവും BJPയിലെ കേരള നേതാക്കൾ തമ്മിലൊരു കൊടുക്കൽ വാങ്ങേണ്ടായത്. പക്ഷെ അത് പോരാ കാര്യങ്ങൾക്ക്, അദ്ദേഹം അത്ര എഫക്റ്റീവ് അല്ല. ഹാരിസ് ബീരാൻ ഓക്കെയാണ്. കാരണം ഇടതുപക്ഷം BJPയുടെ സഖ്യത്തിന് വേണ്ടി KV തോമസ് ട്രിവാൻഡ്രത്ത് വിട്ട് ഓർക്കുന്നുണ്ടോ? അത് കൂടാതെ ഇടതുപക്ഷം മറ്റേ ഒരു ക്രിസ്ത്യൻ MP ഉണ്ടല്ലോ, പത്രപ്രവർത്തകൻ ജോൺ ബ്രിട്ടാസ് ആണ് BJPയുടെ മന്ത്രിമാരുടെ സെക്രട്ടറിമാരായിട്ട് സംസാരിക്കാൻ പിണറായി വിജയൻ ആദ്യം ഉപയോഗിച്ചത്.
അത് പോരാ എന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി പരിചയമുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള തേവി തോമസ് ജോർജ്, ഇതൊക്കെ അവർക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതുപോലെ ഹാരിസ് ബീരാൻ്റെത്. കാരണം നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നുണ്ട്? അതിനർത്ഥം CPI അപ്പോൾ ഈ മുസ്ലിം ലീഗിനെ LDFിലേക്ക് വിട്ടു എന്നൊക്കെ സതീശൻ ടീം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിണറായി സഖാൻ ടീം വന്ന് CPI ഉണ്ടല്ലോ, നൈസ് പാർട്ടി കൊണ്ടുവരാതെ നമുക്ക് വലിയ നിങ്ങൾക്ക് നേക്കാം, അല്ലെങ്കിൽ UDFിൽ വിട്ടേക്കാന്നുണ്ട്. അങ്ങനെ കൂടിയാക്കാണ് CPIക്ക് ഇനിയൊരു മാർഗമുള്ളൂ, UDFിൽ ചെയ്യാൻ മാത്രമുള്ളൂ. അങ്ങനെ UDFിൽ CPI ചേരുകയും മുസ്ലിം ലീഗ് LDFിൽ പോവുകയും ചെയ്താൽ ഒരു ശരി ശ്രദ്ധിക്കട്ടെ എന്ത് അപ്പോൾ ഒരു 4-5% വോട്ടിന് വേരിയേഷൻ വരും. പക്ഷെ അത് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം LDFിൽ പോവുകയാണെങ്കിൽ ബാക്കി മുസ്ലിങ്ങൾ 1 കോടിയോളം വരുന്ന മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ, ഇത് ലീഗല്ലാത്ത മോർ ദാൻ 1 crore. അവരിൽ നല്ലൊരു ശതമാനം കോൺഗ്രസ്സിന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ക്ഷീണം തീർക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് അടിയൊഴുക്കൾ നടക്കുന്ന ഒരു രാഷ്ട്രീയ സാമ്രാജ്യ ചിന്തകളാണ് കേരളത്തിൽ നടക്കുന്നത്. പാവം സാധാരണക്കാരെന്നറിയുന്നത്. CPI പല പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം ആ ലാസ്റ്റ് ഇലക്ഷൻ സമയത്ത് കുട്ടനാട് MLAക്ക് വേണ്ടി മന്ത്രിസഭയിൽ നിന്ന് മാറിയിരുന്നു. ഇപ്പോൾ മന്ത്രിസഭ മാറി നിൽക്കുന്നതാണ്. ഈ CPIയുടെ നേതാക്കളെ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കും. വെറുതെ ഈ കൊക്കാപ്പിച്ച പറഞ്ഞ് ഞാൻ ഇപ്പോൾ മാറും എന്ന് പറഞ്ഞ് അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാലെ തോന്നി നിൽക്കാതെ നിങ്ങൾ പുറത്തു വരുന്നേ. ഒന്നുമില്ല എന്നല്ല പറഞ്ഞ പോലെ മുസ്ലിം ലീഗും നിങ്ങളായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കി അത് 4ാമത് മുന്നണി ഉണ്ടാക്കാം. അത് പറ്റുന്നില്ലെങ്കിൽ കഥ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ UDFിൽ തന്നെ വരും. മുസ്ലിം ലീഗ് വഴി അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2ാം കക്ഷിയാകും, കോൺഗ്രസ് 2ാം കക്ഷിയാകാം. ഒരു ടൈമിൽ ചിലപ്പോൾ ഭരണം കിട്ടിയില്ലാതിരിക്കും. CPM തന്നെ ഭരണത്തിൽ കൊടുക്കും. അത് CPMനെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കേരളത്തിൽ ശ്രമിക്കുന്നത് രഹസ്യമായിട്ട് പരിചയമായിട്ടും. എന്നാൽ UDF മുസ്ലിം ലീഗുകളിൽ UDFിന് അധികാരത്തിൽ കയറ്റാൻ വേണ്ടി വളരെ കുറച്ച് ടീമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതൊരു വലിയൊരു സതീശൻ മനസ്സിലായിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് സതീശൻ എങ്ങും തൊടാതെ വിട്ടുകളായിരിക്കും. അപ്പം PC ജോർജിനൊക്കെ ഇത്ര ആധികാരികമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് സ്വീകരിക്കണമെങ്കിൽ പല കാര്യങ്ങളും അതിൽ പുറകിലുണ്ടെന്നാണ് ഞങ്ങളുടെ മനഃശാസ്ത്ര ഗ്രൂപ്പ് പറയുന്നത്. സതീശൻ്റെയൊക്കെ മനസ്സ് അങ്ങനെ വായിക്കാൻ കഴിവുള്ള ഗ്രൂപ്പ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുണ്ട്. ആൾക്കാർ, ബുദ്ധിജീവികൾ, അവർക്ക് പറയുന്നത് ഏതാണ്ട് ശരിയാണ്. കാര്യം മനഃശാസ്ത്രജ്ഞനും ദൈവവും സാധാരണക്കാരും തമ്മിൽ വ്യത്യാസം ഞാൻ പറയാം. ഒന്ന്, മൊയ്തീൻ ഷാ സംസാരിച്ച് കഴിയുമ്പോഴാണ് സാധാരണക്കാർ മനസ്സിലാക്കുക മൊയ്തീൻ ഷാ ഇതാണ് പറഞ്ഞത്. അത് സംസാരിച്ച് കഴിയണം, അല്ലെങ്കിൽ പ്രവൃത്തി കഴിയണം. അത് സാധാരണക്കാർക്ക്. മനഃശാസ്ത്രജ്ഞനാണെങ്കിൽ മൊയ്തീൻ ഷാ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഊഹിക്കാൻ പറ്റും, മനഃശാസ്ത്രജ്ഞനാണെങ്കിൽ. ദൈവമാണെങ്കിലോ മൊയ്തീൻ ഷാ എന്താണ് പറയാൻ പോകുന്നവരെ മുൻകൂട്ടി അറിയാൻ പറ്റും. അതാണ് ദൈവവും മനഃശാസ്ത്രജ്ഞനും സാധാരണ ചെയ്യുന്ന വ്യത്യാസം. സിമ്പിളായ ഒരു വിശദീകരണം. മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ കാര്യം 30 മിനിറ്റിലുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ കളി നടക്കുകയാണ്. അത്ര ഈസിയല്ല. LDFിന് അധികാരത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു 4/1 പോലും മുസ്ലിം ലീഗ് നയിക്കുന്ന UDF അധികാരത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നില്ല. അതിൻ്റെ ഗ്യാങ്ങും ഇല്ല. പണ്ട് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് താഴെ ഇറക്കാൻ വേണ്ടി BJP എത്ര കളി കളിച്ചു, അതുപോലെ കളിയാണ് ഇവിടെ പിണറായി സർക്കാരിന് അധികാരം കയറ്റാൻ. BJP ഉണ്ട്, സംഘപരിവാറുണ്ട്, കോൺഗ്രസ് തന്നെ വിഭാഗമുണ്ട്. ഇവിടെ LDF 90% ഉണ്ടല്ലോ. LDF അത് കുറച്ചുകൂടെ എതിരുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ കേരള രാഷ്ട്രീയത്തിൽ വരുന്ന അസംബ്ലി ഇലക്ഷനോട് നടക്കും. അതിൻ്റെ പല സൂചനകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലൊക്കെ ഇടക്ക് കിടന്ന് നരയിക്കുന്ന ഒരു വിഭാഗം ജനത, ഞാൻ പറയും 90% വരുന്ന ആ ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗം, അവർക്ക് ഈ കളി അറിയില്ല. അവർ ചിന്ത പോലും പിന്നോക്ക അവസ്ഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവരാണ് കഷ്ടം. ബാക്കിയുള്ളവർ ആര് വന്നാലും തലക്ക് വീത് വെള്ളം വന്നാൽ അതുക്ക് വീത് തോണി നോക്കുമ്പോൾ ആര് വന്നാലും അതിൽ കൂടെ നിന്ന് ആനുകൂല്യം പറ്റാൻ അറിയാം. ആര് വന്ന വിഷയമല്ല അവർക്ക്. അത് ആനുകൂല്യം പറ്റും, അവർക്ക് നിൽക്കുകയും ചെയ്യാം. കാരണം കേരളത്തിൽ പോലും ക്രിസ്ത്യാനിയും മുസ്ലിമും പിന്നോക്ക ഹിന്ദുക്കളും, അതായത് ഈഴവർ പോയിട്ടില്ല,
എത്ര കോമ്പിനേഷൻ അല്ലെങ്കിൽ എത്ര രീതിയിലാണ് ഇവിടെ മുന്നോട്ട് പോയത്. അതിന് വളരെ യുക്തിപൂർവ്വം പുഷ്പം എന്നല്ല പറഞ്ഞ പൂ പറിക്കുന്ന രീതിയിൽ സംഘപരിവാർ ഭിന്നിപ്പിച്ചു കളഞ്ഞില്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ക്രിസ്ത്യാനി ഒരു വശത്താക്കി, മുസ്ലിങ്ങൾ വേറെ വശത്താക്കി, ഈഴർ വേറെ വശത്താക്കി, മൂന്നുപേരും പരസ്പരം ശത്രുതയിലായി ആക്കിയെടുത്ത്. അത് അവർ തെറ്റാ ഞാൻ ഒരിക്കുമ്പോഴല്ല. കാരണം നമ്മൾ കക്കാൻ പോയാൽ അത് വിജയിക്കണം, തെരിയും തെറ്റ് വേറെയാണ്. അപ്പോൾ അവരത് പറയുന്ന കാര്യം വിജയിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് അത് ഒരു വലിയൊരു വിജയത്തിലാണ്. പക്ഷെ നമ്മുടെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അല്ലെങ്കിൽ ഈഴവരും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കൊന്നും ഈ തന്ത്രവും തട്ടിപ്പെന്നാർ മനസ്സിലാവില്ല. മനസ്സിലായിട്ട് അവർ പറയില്ല. മുസ്ലിങ്ങൾ ഒതുക്കാനാണ് സഭയും സഭയുടെ ആൾക്കാർ. ഇപ്പം ഇന്നൊരു സഭയുടെ നേതാവ്, ഒരു സഭ നേതാവല്ലേ, സഭ പുരോഹിതൻ പറഞ്ഞ് ഈ കാശ നിങ്ങൾ കൊച്ചായി കളയത്, കാശ മാത്രമല്ല കാശ കൂടെ ഞങ്ങളുണ്ടെന്നൊക്കെ. ആരെടോ ഈ പേടിപ്പിക്കുന്നത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 6, 7, 8% സ്വത്തിന് അവകാശികളായിരുന്ന മുസ്ലിങ്ങളെ കുറച്ച് ഇപ്പോൾ ഇന്നിപ്പോൾ 1% താഴെയായി. ഇന്ത്യയിൽ ഞാൻ എൻ്റെ മുസ്ലിം സഹോദരികളിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇത്രയും കാലം സമുദായത്തിന് വേണ്ടി ഒന്നും പറഞ്ഞില്ല. ഇപ്പം ഞാൻ കുറച്ച് പറയാൻ ശ്രമിക്കുകയാണ്. കണ്ട് മടുത്തു. അതെന്താ വെച്ചാൽ കാളക്ക് ലാടം നടക്കും പോലെ, കാളക്കയുടെ കാലയിൽ ലാടം നടക്കുന്ന കാളക്കൂടെ കൂടുതൽ പണിയെടുപ്പിക്കാൻ വേണ്ടിയല്ല, കാളക്ക് ആസ്വദിക്കാൻ വേണ്ടിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സമുദായത്തെ വേണ്ടി വാദിക്കുന്നതും നിങ്ങൾ തമ്മിലൊരു അകൽച്ച ഉണ്ടെന്തെങ്കിലും അകൽച്ച ഒഴിവാക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ മറ്റ് ഇതര സമുദായങ്ങളെ എതിർക്കാനില്ല. അപ്പോൾ 1% താഴെയായി. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം നെല്ലി എന്ന സ്ഥലം നിങ്ങൾക്ക് നെല്ലിയുണ്ട്. നെല്ലി എന്നൊരു കടയുണ്ട് MG റോഡിൽ, തമിഴൻ്റെ ആലുക്കാട് ഓപ്പോസിറ്റ്. വേറെ നെല്ലിയുണ്ട്, അത് ആസാമിലെയാണ്. 1983 82 വലിയൊരു ലഹളയുണ്ടായി. അന്നാണല്ലോ ആസാം ഗണപരിഷത്ത് വിദ്യാർത്ഥി തുടങ്ങിയതും. ബംഗ്ലാദേശിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ 10-24 ബംഗ്ലാദേശ് മുസ്ലിം ഗ്രാമങ്ങൾ രാത്രി മറവിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു കേസുണ്ട്. അത് എത്ര വർഷം കഴിഞ്ഞത് കോൺഗ്രസ് ഭരിക്കുകയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിക്കപ്പോഴാണ്. അതാണ് ഇന്ദിരാഗാന്ധി അവസാനം സന്ദർശിക്കാൻ കഴിഞ്ഞപ്പോഴും ഒരു പ്രായമുള്ള മുസ്ലിം സ്ത്രീ, ഞാനിപ്പോൾ എൻ്റെ മനോമുഖത്തിലുണ്ട്, ഇവരെ കണ്ട് സങ്കടം പറയുമ്പോൾ ഇന്നലെ പോലും വിഷമിച്ച് കരഞ്ഞു പോയി എന്ന് പറയാം. അത്ര നശിപ്പിച്ചു കളഞ്ഞു, എത്ര തകർത്ത് കളഞ്ഞു. ആ റിപ്പോർട്ട് എത്ര വർഷമായി? 83, 82 പോയിട്ട് 92, 2002, 2010, 2020, ഏത് 43 വർഷം, 45 വർഷമായിട്ട് റിപ്പോർട്ട്. ഇപ്പം BJP ഗവൺമെൻറ് അടുത്ത മന്ത്രിസഭയിൽ ആ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കണം, അറിയാലോ. അപ്പോൾ കോൺഗ്രസ് കാലത്തും ഈ സമുദായത്തെ ഒതുക്കുന്ന കാര്യത്തിൽ അത് ഒരു ശക്തമായിട്ട് സംഘപരിവാർ കൂടെ ഉണ്ടായിരുന്നു. നരസിംഹറാവു ഇന്ന് പറഞ്ഞു, നരസിംഹറാവു ബാബരി മസ്ജിദ് പറഞ്ഞ സമയത്ത് പുള്ളി ഉറങ്ങാൻ പോയി എന്ന് പറയാം. പ്രധാനമന്ത്രിയല്ലേ നരസിംഹറാവു. അവസാനം ശങ്കർദയാൽ ശർമ്മ, അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. ഈ നരസിംഹറാവു അദ്ദേഹം ബ്രാഹ്മണനാണ്. വ്യത്യാസമുണ്ട്. കടലും കടലാടി പോലെ. ചന്ദനം വളരും ഗംഗധൻ കരയിൽ, കാഞ്ഞിര മരവും വളരും. അതുപോലെയാണ് ആ നരസിംഹറാവുവിനോട് അവസാനം പ്രസിഡന്റ് എന്ന നിലക്ക് ശങ്കർദയാൽ ശർമ്മ നല്ല നല്ല തങ്കമായ മനുഷ്യ സ്നേഹി, നമ്മുടെ ശാസ്ത്രിയെ പോലെ. എന്തോടോ റാവു ഞാനീ കാണുന്നത് എന്താ പറയാം. അതിന് ശേഷമാണ് ഇയാൾ എന്തൊക്കെയോ പട്ടാള വീടും എന്തൊക്കെ ചെയ്തത്. അപ്പോഴേക്കും മണിക്കൂർ പിടിച്ച് രാവിലെ തുടങ്ങിയത് പള്ളി പൊളിക്കുന്നതിന് റാവു മിണ്ടില്ല, പട്ടാളത്തിനില്ല. YB ചവാൻ കോൺഗ്രസിന്റെ SP ചവാനാണ്, YB ചവാനാണ്. SP ചവാൻ YB ആഭ്യന്തരം, കോൺഗ്രസ് ആഭ്യന്തരം. അതേ പൂജാമുറി കയറി ബാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി ജനങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലോ പൂജാമുറി കയറിയിട്ട് അയാൾ പൂജാമുറി തെറിയത് 5-8 മണിക്കൂർ കഴിഞ്ഞാണ്. അതെല്ലാം പൊളിച്ച് അവിടെ വന്ന കർഷകരെല്ലാം അവർ വീട്ടിലേക്ക് എത്തിയില്ല. ആ സ്ഥലത്ത് വിട്ടതിന് ശേഷമാണ് ഇയാൾ വന്നത്. റാവും കണ്ടു വന്നതാ. അപ്പോഴൊക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് കർഷകർ മാസങ്ങളോളം വന്ന് എടുത്ത്. അപ്പോൾ നരസിംഹറാവുവിന് പട്ടാളം BJP സംഘപരിവാർ എന്ത് കൊടുത്ത് വാക്ക് കൊടുത്തു, ഞങ്ങൾ ആരെയൊക്കില്ല, വെറും പ്രതീകാത്മകമാണ്. വാസ്തവത്തിൽ അങ്ങനെയാണ് ചെയ്തിട്ട് അവർ ഉദ്ദേശിച്ച് പൊളിക്കാൻ വേണ്ടി അല്ലെന്നാണ് ഞങ്ങളുടെ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത്. പൊളിച്ച പിന്നെ പ്രശ്നം തോന്നില്ലേ. പക്ഷെ കോൺഗ്രസ് ഗവൺമെന്റ് വിചാരിച്ചില്ല പൊളിക്കിട്ടാണ് ഈ റാവു ഗവൺമെന്റ് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് പറഞ്ഞു നടക്കും. അതിന് ബുദ്ധിയുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ആ ബുദ്ധിയൊന്നും ഇവിടെ ബാധകമല്ല. അങ്ങനെ പൊളിച്ച് അവരെല്ലാം അയോധ്യ വിട്ടതിന് ശേഷമാണ് ഈ നരസിംഹറാവുവും നമ്മുടെ YB ചവാനും SP ചവാനും ആഭ്യന്തരമന്ത്രിയാണ്, ഒന്ന് പ്രധാനമന്ത്രിയാണ്.
ശബ്ദിച്ച്. അപ്പോഴേക്കും മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിഞ്ഞു. ശങ്കരാചാര്യ സമ്മ പറയുമ്പോൾ മണിക്കൂർ വൈകിട്ട് 4 മണി വിട്ടുപോയി, രാവിലെ തുടങ്ങിയാണ്. അതാണ് സംഗതി. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഇനി എന്ത് പറ്റാനോ ഇന്ത്യയിൽ? ഈ 40 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 8% ഭൂ ഉടമ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ 36 കോടി ജനങ്ങളുണ്ടായപ്പോഴും 35 കോടി ജനങ്ങളുണ്ടായപ്പോഴും 100ഓളം മുസ്ലിം എം പിമാരുണ്ടായി. ഈ വിഭാഗം ഇന്ന് 20 താഴെ ആയില്ലടോ. ജനസംഖ്യ 150 കോടി ആയില്ലേ? ഇനി എന്തെടോ മുസ്ലിങ്ങൾക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒരു ചുക്കിന് സംഭവിക്കാനില്ല, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കച്ചവടത്തെങ്കിൽ അതൊന്നും വിജയിക്കില്ല. ഞാൻ സഭയോടാൻ പറയാണ്, പിന്നെ PC ജോർജിനോടും പറയാണ്, അങ്ങനെ എല്ലാ കള്ളന്മാരോടും പറയാണ്. കണ്ട് മടുത്ത് കളയുക. അനീതി കാണുമ്പോൾ ഒരു കാര്യം പറഞ്ഞത്, നിങ്ങൾ അനീതി കണ്ടാൽ ആദ്യമായിട്ട് ആക്ഷൻ പ്രവൃത്തിയിൽ കാണിക്കണം. പ്രവൃത്തിയിൽ പറ്റില്ല, ഈ സംഭാഷണത്തിൽ വാക്കിൽ കാണിക്കണം. ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിൽ അത് ഏർക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കുറ്റവാളിയാവുന്ന ഖുർആൻ വചനമുണ്ട്. അപ്പം ഞങ്ങൾ കണ്ട് മടുത്ത അവസാനം മുസ്ലിം സമുദായത്തിന് വേണ്ടി മനസ്സാക്ഷി കുത്തിലെ വാദിക്കാൻ വേണ്ടി സമുദായത്തിൽ നിന്നോ മറ്റിതര സമുദായത്തിൽ നിന്നോ ആരും വരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവസാനം ഏറ്റവും താഴെ കിടക്കുന്ന, ഞാനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും താഴെ, എനിക്ക് താഴെ ആരുമില്ല, ഞാനാണ് ലോകത്തിൽ ഏറ്റവും വലിയ മഹാഭാവി ആണോ അല്ലേ നിങ്ങൾ തീരുമാനിച്ചോ. ആ മൊയ്തീൻ ഷായും എനിക്ക് ശക്തി കുറവായതുകൊണ്ട് ശക്തിയുള്ള, വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, ബുദ്ധിയുള്ള മനഃശാസ്ത്രജ്ഞന്മാരായ, പിന്നെ ശാസ്ത്രജ്ഞന്മാരായ, ഫിലോസഫിസ്റ്റുകളായ 10-30 പേരടങ്ങുന്ന ഗ്യാങ്ങിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ മനുഷ്യ സ്നേഹികളായി അവർ വന്ന് നമുക്ക് എല്ലാ സപ്പോർട്ടാണ്. അതിൽ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനുണ്ട്, ഇപ്പം എല്ലാവരും ഉണ്ട്, ഹിന്ദുക്കളൊക്കെ ഉണ്ട്. അവർക്ക് നീതി മാത്രമുള്ളൂ, വോയിസ് ഓഫ് ജസ്റ്റിസ്. അതാണ് അവസ്ഥ. ഞങ്ങൾ പറയേണ്ടി, ഞാൻ ഇതുപോലെ പറയേണ്ടി വരുന്നത്. അവിടെ നിങ്ങൾ മറ്റിതര സമുദായങ്ങൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ നിങ്ങളിത് എതിർക്കാനൊന്നുമല്ല. ഞാൻ ഒരു റോസാറ്റിയിൽ നിന്ന് പോകുന്നുള്ള ആത്മാവ് വേദിക്കുന്നത് ഗാന്ധി വചനവും ഒരുത്തിനെ കുറിച്ച് മോശമായി ചിന്തിക്കുന്നത് പാവമാണെന്ന് പറയുന്ന ഖുർആൻ വചനമൊക്കെ കടമെടുക്കല്ലേ, അതൊക്കെ അക്ഷരം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ കാളക്ക് ലാടം തറക്കുന്നത് കാളയെ നന്നാക്കാനല്ല, കാളയെ കൂടുതൽ പണിയെടുപ്പിക്കാൻ വേണ്ടി. അതുപോലെ ഞാൻ മുസ്ലിം സമുദായത്തോട് ഇപ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അമുസ്ലിങ്ങളെ എതിർക്കാനല്ല, മറിച്ച് ആ സമുദായത്തെ തീവ്രവാദത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഭീകരവാദത്തിൽ നിന്നൊക്കെ കുറച്ച് പേരുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ സമ്മതിച്ചാൽ അത് മാറ്റി മറ്റ് ഇതര സമുദായങ്ങളായി കൈകോർത്ത് പോകാൻ വേണ്ടി ഒരേ തൂവൽ പക്ഷികളാക്കി എടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കുകയോ എന്നെ അതിനുവേണ്ടി എൻ്റെ ജീവൻ കളയോ നോക്കണ്ട. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അധികം പറ്റല്ല. പിന്നെ ജീവൻ കളയാൻ നിങ്ങൾ ആൾക്കാർക്ക് താല്പര്യം ചെയ്തിരിക്കും, കുഴപ്പമില്ല. ഞാൻ ഇത്രയും കാലം ജീവിച്ച് ഇനി എത്ര കാലം നീ രോഗിയായിട്ട് നിൽക്കുന്നത് ഓട്ടെ, അല്ലെങ്കിൽ ഭയമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ബഹുമാന്യരെ, രാഷ്ട്രീയമാണ് സംഗതി. വളരെ സങ്കീർണമായ ഇന്ത്യൻ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം പോവുകയാണ്. അത് എന്തുമാത്രം ശരിയെന്ന് നിൽക്കുന്നത് മനസ്സിലാക്കുക. അപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് 2 കാര്യമാണ് ചെയ്യാനുള്ളത്. നിങ്ങൾ തുടർന്ന് കോൺഗ്രസ് മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിം എന്ന പേര് മാറ്റി നിങ്ങൾ ഒരു ദേശീയതായിൽ വരണം. അല്ലെങ്കിൽ നിങ്ങൾ BJP സഖ്യം ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും മാറ്റണ്ട. കാരണം അങ്ങനെയാണുള്ള രീതി. കാരണം ഏറ്റവും വലിയ വർഗീയ തീവ്രവാദ ഫാസിസ്റ്റുകളാണ് BJPയിൽ സംഘപരിവാർ. അതും കൂടി ചേർന്ന് പാർട്ടി പിന്നെ മതേതരം നോക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മുസ്ലിം ലീഗ് നിൽക്കാം, അത് നിങ്ങൾക്ക് നേട്ടം കിട്ടും. ഞാൻ കുറ്റം പറയില്ല. ഈ ഹാരിസ് ബിയാനൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ച് നേട്ടം കിട്ടും. വടക്കേ ഇന്ത്യയിൽ നിങ്ങൾക്ക് ആ ലേബിൾ ഉപയോഗിച്ചാകാം. കാരണം വെച്ചാൽ ഞങ്ങൾ പറഞ്ഞൊരു പോയിന്റ് വളരെ കറക്റ്റാണ്. 20% മുസ്ലിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം, ഞങ്ങൾക്കതേ 20% ഞങ്ങൾക്ക് ജനസംഖ്യക്ക് അനുപാതി ആനുകൂല്യം തരണം. ബാക്കി 80% നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞാൽ BJP സംഘപരിവാർ അത് സമ്മതിക്കും, നിങ്ങൾക്കും നേട്ടം ഉണ്ടാക്കാം. അത് വേണോ വേണ്ടതൊക്കെ നിങ്ങൾ ബുദ്ധിജീവികൾ നിങ്ങളുടെ അടുത്ത് ഇല്ലല്ലോ. ഒരൊറ്റ ബുദ്ധിജീവികളും മുസ്ലിം ലീഗിൽ ഇല്ലെന്ന് ഞാൻ പരസ്യമായിട്ട് പറയും. നിങ്ങളെൻ്റെ തല്ലിക്കൊന്നും കുഴപ്പമില്ല. ഉണ്ടായിരുന്നെങ്കിൽ 1948 ആ പാർട്ടി രൂപീകരിച്ചപ്പോൾ ആ പേര് ഉപയോഗിക്കില്ലായിരുന്നു. ഒരു ദേശീയതായി നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊരു ബുദ്ധിജീവികളില്ല. ഒരൊറ്റ ആൾ പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്നേ വരെ ബുദ്ധിജീവികളെ ഇബ്രാഹിം സുലൈമാൻ സേട്ട് മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരോടും ഇല്ല. പിന്നെ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അവരൊക്കെ ദീനിയായിട്ട് ആത്മീയമായിട്ടും അല്ലെങ്കിൽ സൂഫിയര് ആയിരുന്നു. അതൊന്നും എനിക്ക് അഭിപ്രായത്തിൽ തരാം. പക്ഷെ അത് ഭൗതികമല്ല, അത് ആത്മീയമാണ്. ഭൗതികത്തിൽ അവർ 100% തോറ്റുപോയി, ആത്മീയത്തിൽ 100% ജയിച്ചവരാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ചിന്തിക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.